വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഡൽഹി ശ്രീ ശാരദാനന്ദ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിലായി. ഒളിവിൽ കഴിയുമ്പോൾ ആഗ്രയിൽ നിന്നാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. പീഡനശ്രമ പരാതിയിലും സാമ്പത്തിക ക്രമക്കേടിലും പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിലായിരുന്നു സ്വയം പ്രഖ്യാപിത ആൾദൈവം ചൈതന്യാനന്ദ. പ്രതിക്കായി ഹരിയാന, രാജസ്ഥാൻ, UP, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ തിരയുന്നതിനിടെയാണ് ആഗ്രയിൽ നിന്ന് ഇന്നലെ രാത്രി പിടിയിലായത്. ഇയാളുടെ കയ്യിൽ നിന്നും 3 ഫോണുകളും ഐപാഡും പിടികൂടിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെയും ബ്രിക്സിലെയും ഇന്ത്യൻ സർക്കാർ പ്രതിനിധിയെന്ന വ്യാജ വിസിറ്റിംഗ് കാർഡും പോലീസ് കണ്ടെത്തി. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ദിവസവും ഇയാൾ ഒളിവ് സ്ഥലം മാറ്റിയിരുന്നതായും പോലീസ് വ്യക്തമാക്കി. മധുര, വൃന്ദാവൻ, ആഗ്ര പ്രദേശങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ये जैसे हमने बताया था 3 दिन से हमारी टीम बनी हुई थी. हमने अलग अलग स्टेटों में दिल्ली के अलावा हरियाणा, राजस्थान, UP, उत्तराखंड, वेस्ट बंगाल तक भी हमने टीमें रवाना करी थी. ये जो आरोपी है पार्था सारथी उर्फ चैतन्यानंद सरस्वत की तलाश में इसी दौरान हमें कल एक रात में सफलता मिली, जिसमें कि आगरा के हमें मिल गया. इसको वहाँ पे आइडेंटिफाई किया गया. ഇയാൾ ഡയറക്ടറായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 17 വിദ്യാർത്ഥിനികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പീഡന ശ്രമത്തിന് കേസെടുത്തത്. ശൃംഗേരി മഠം ട്രസ്റ്റിന്റെ പരാതിയിൽ വഞ്ചനാ കുറ്റത്തിനും കേസുണ്ട്. സമാന്തര ട്രസ്റ്റ് ഉണ്ടാക്കി 20 കോടി തട്ടിയെന്നാണ് കേസ്. ഈ കേസിൽ വെള്ളിയാഴ്ച ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും കോടതി തള്ളി. ചൈതന്യാനന്ദയുടെ 16 ബാങ്ക് അക്കൗണ്ടുകളും 8 കോടി രൂപയും പോലീസ് മരവിപ്പിച്ചിരുന്നു. പ്രതിയെ ചോദ്യം ചെയ്യലിനായി ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.